സോ ഇനി നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെൻ ഇറ്റ് കംസ്, ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ഏറ്റവും ഇംഗ്ലീഷ് ഡെലിവർ ചെയ്യുന്നതിൽ, ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ട് ഡെലിവർ ചെയ്യുന്നതിൽ ഏറ്റവും വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു ഏരിയ ആണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. ദാറ്റ് ഇസ് ടെൻസസ്, റൈറ്റ്? എന്താണ് ടെൻസസ്? സോ ടെൻസസ് ഞാൻ ഓൾറെഡി നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എത്ര ടെൻസസ് ആണ് നമുക്കുള്ളത്? മൂന്ന് ടെൻസസ് ആണ് നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നല്ല, ഏതൊരു ലാംഗ്വേജിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, മലയാളത്തിൽ നോക്കി വർത്തമാനം, ഭൂതം, ഭാവി, ഇങ്ങനെയുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇംഗ്ലീഷിൽ നമ്മൾ 3 ടെൻസസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു അത്? ഒന്ന് ഓർത്ത് നോക്കിയാൽ ഏതൊക്കെയായിരുന്നു? നമുക്ക് തന്നെ അറിയാം ഏതൊക്കെയാ. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ ടെൻസ്. സോ ഇങ്ങനെ 3 ടെൻസസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഓൾസോ ഈ ടെൻസസ് എന്ന് പറഞ്ഞ രീതിയിൽ, ടെൻസ് എന്ന് പറഞ്ഞ വേർഡ് ലാറ്റിൻ വേർഡ് ടെമ്പസ് എന്ന് പറഞ്ഞ ഒരു വേർഡിന്റെ അകത്ത് നിന്ന് ഡിറൈവ് ചെയ്തിരിക്കുന്നതാണ്. ആൻഡ് ഓൾസോ ഇറ്റ് മീൻസ് ടൈം. സോ ബേസിക്കലി ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കാൻ വേണ്ടിയിട്ട്, ദാറ്റ് ഇസ് ലാറ്റിൻ വേർഡ് ടെമ്പസിൽ നിന്നാണ് ഈ ടെൻസസ് എന്നുള്ള ഇത് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. സോ റൈറ്റ്, സോ ഏതൊക്കെയാ 3 ടെൻസസ്? ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ ടെൻസ്, റൈറ്റ്? അങ്ങനെ 3 ടെൻസസ് ആണ്. ആൻഡ് ഓൾസോ നമ്മൾ പറയുകയുണ്ടായി ഇതിന്റെ സബ് ഡിവിഷൻസ് എങ്ങനെയായിരുന്നു പോയിരുന്നത്. എങ്ങനെയാണ് സബ് ഡിവിഷൻ പോകുന്നത്? എല്ലാ ടെൻസസിനും 4 സെപ്പറേറ്റ് ടെൻസ് ഫോംസും കൂടി ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. സോ ഏതൊക്കെയാ ടെൻസ് ഫോംസ് വരുന്നത്? ഓക്കെ, സിമ്പിൾ, അതുപോലെ ഏതൊക്കെയാ വരുന്നത്? സിമ്പിൾ ടെൻസ് വരുന്നുണ്ട്. Then we have ഇനിയിപ്പോൾ സപ്പോസ് പ്രസന്റ് ടെൻസിലാണെങ്കിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ്, present continuous, then we have present perfect tense, and then we have present perfect continuous. അങ്ങനെ 4 വകഭേദങ്ങളായിട്ട് ഓരോ ടെൻസിനെയും 4 ഡിഫറെന്റ് ടെൻസ് ഫോംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തം നമുക്ക് ഉണ്ടാവുന്ന ടെൻസ് ഫോംസിന്റെ നമ്പർ എത്രയാ? 12 ടെൻസ് ഫോംസ് ആണ് നമുക്കുള്ളത്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് അനിവാര്യമാണ്. വൈ ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എങ്ങനത്തെ ക്വസ്റ്റ്യൻസ്? അതാ ബേസിക്കലി നിങ്ങളോട് ഒരു സെന്റൻസ് തന്നിട്ടുണ്ടാവും. അതിന്റെ ഏത് ടെൻസിലാണ് ആ സെന്റൻസ് എന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ആൻഡ് ദർ വിൽ ബി ഓപ്ഷൻസ്, ലൈക്ക് താഴെ ഒരു 4 ഓപ്ഷൻസിൽ 4 ടെൻസ് ഫോംസ് തന്നിട്ടുണ്ടാവും. ഏത് ടെൻസ് ഫോമിലാണ് ഈ വേർഡ് എന്നുള്ള ഐഡന്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ പലപ്പോഴും CACET ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കാറുണ്ട്. സോ അതിനെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് ഐഡിയ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഓൾസോ അത് മാത്രമല്ല, ഒരു ബേസിക് ആയിട്ട് ഒരു സെന്റൻസ് നമ്മൾ ദാറ്റ് ഇസ് ഇപ്പൊ നടക്കുന്ന ഒരു കാര്യം പ്രസന്റിലാണ് നമ്മൾ സംസാരിക്കുക, നടന്നു കഴിഞ്ഞത് പാസ്റ്റിലാണ്. ഇനി അതുപോലെ പാസ്റ്റ് പെർഫെക്റ്റ് എന്താണ്, കുറെ മുന്നേ നടന്ന കാര്യങ്ങൾ എങ്ങനെ നമ്മൾ സംസാരിക്കും, ഇനി നടക്കാൻ പോകുന്ന നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ, നടക്കാൻ സാധ്യതയുള്ള, ഇതൊക്കെ നമ്മൾ എങ്ങനെ സംസാരിക്കും, ഇതൊക്കെ നമ്മൾ എങ്ങനെ പറയും എന്നുള്ളത് ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത് പ്രോപ്പർലി കൺവെൻഷനൽ ആയിട്ട് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ടെൻസസ് പഠിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ ഒരു ചാപ്റ്റർ ആൻഡ് ഈ ഒരു പോർഷൻ, പിന്നെ ഈ ഒരു പോർഷൻ പഠിച്ചാൽ മാത്രമേ, ടെൻസിന്റെ ഫോം ആൻഡ് സ്ട്രക്ചർ പഠിച്ചാൽ മാത്രമേ ഹൗ ക്യാൻ വി കൺവേർട്ട് ഇറ്റ് ഫ്രം ദ ആക്റ്റീവ് ടു പാസീവ്, അഥവാ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് ആക്റ്റീവ് ടു പാസീവ് വോയിസിന്റെ കൺവേർഷൻ. സോ ആക്റ്റീവ് ടു പാസീവ് വോയിസിന്റെ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ യു വിൽ ബി ഗിവൺ എ സെന്റൻസ് ആൻഡ് താഴെ അതിന്റെ പാസീവിലുള്ള 4 സെന്റൻസ് ഓപ്ഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ഏതാണ് റൈറ്റ് ആയിട്ടുള്ള പാസീവ് ഫോം എന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും. 2 ഓപ്ഷൻസ് വളരെയധികം എന്തായിരിക്കും, ഒരു ഓപ്ഷൻ വളരെ ലൈക്ക് പൊട്ടത്തെറ്റായിട്ട് വരുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും, പിന്നെ ശരിയെന്ന് തോന്നുന്ന ഒരു പൊട്ടത്തെറ്റായിരിക്കും മറ്റൊരു ഓപ്ഷൻ. പക്ഷേ ഇനിയുള്ള 2 ഓപ്ഷൻസ് അത് വളരെയധികം കൺഫ്യൂസിംഗും ആയിരിക്കും. സോ അങ്ങനെ വരുമ്പോൾ ഈ 4 ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് ഈസിലി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കൺവെൻഷൻ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. സോ വി വിൽ ഹാവ് ടു ലേൺ ടെൻസസ്. സോ അതിന് വേണ്ടിയിട്ട് ഐ ഹാവ് ഓൾറെഡി ടോൾഡ്, നിങ്ങൾ ഒരു ടാബുലർ ഫോർമാറ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം, ഒരു ടേബിൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം എന്ന് ഞാൻ പറയുകയുണ്ടായിരുന്നു. സോ ആ ടേബിളിലേക്ക് നമുക്ക് പോവാം. സോ വി വിൽ ബി സ്റ്റാർട്ടിങ് വിത്ത് പ്രസന്റ് ടെൻസ്. ഏതാ? പ്രസന്റ് ടെൻസിലെ 4 വകഭേദങ്ങൾ അഥവാ ടെൻസ് ഫോംസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കാം. അതുപോലെ അതിന്റെ ഒരു കോമൺ സ്ട്രക്ചർ ഡിറൈവ് ചെയ്യാൻ നമുക്ക് പറ്റുമോ ഇല്ല എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. റൈറ്റ്? സോ വി ആർ ഗോയിങ് ടു ദ ഫസ്റ്റ് ടെൻസ് ഫോം, വിച്ച് ഇസ് ഒന്നാമത്തെ ടെൻസ് ഫോം ആണിത്. ഒന്നാമത്തെ ടെൻസ് ഫോം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വുഡ് സേ സിമ്പിൾ പ്രസന്റ് ടെൻസ്. സിമ്പിൾ ആയിരിക്കുന്ന പ്രസന്റ് ടെൻസ്, അതായത് സപ്പോസ് എല്ലാം ഈ പറയുന്നത് എല്ലാം ഒരേ ഒരു സെന്റൻസ്, അതായത് ഞാൻ സബ്ജക്ട്, ഒബ്ജക്ട്,
അതുപോലെ വേർബ്, ഇങ്ങനെയുള്ള എല്ലാം കോമൺ ആയിട്ട് വരുന്ന ഒരു സെന്റൻസ് വെച്ചിട്ടാണ് ഈ 12 ടെൻസ് ഫോംസ്, അതായത് 3x4 3 ടെൻസസ് 4 ഫോംസ് എല്ലാത്തിനും. അങ്ങനെ 12 ടെൻസ് ഫോംസ് നമ്മൾ പറയാൻ പോകുന്നത് ഒരേ സിംഗിൾ സെന്റൻസ് ഉപയോഗിച്ചിട്ടാണ്. സോ അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ, അർത്ഥ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, സ്ട്രക്ചറിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് യു ക്യാൻ ഓൾസോ ഫൈൻഡ് ഔട്ട് ആൻഡ് നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടി പറ്റും. റൈറ്റ്? സോ ലെറ്റ്സ് ഗോ ടു ദ ഫസ്റ്റ് ടെൻസ് ഫോം വിച്ച് ഇസ് simple present tense. simple present tense. So simple present tenseലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് എന്ത് കാണാൻ പറ്റും? സിമ്പിൾ പ്രസന്റ് ടെൻസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ സോ വി ഹാവ് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഞാൻ എക്സാമ്പിൾ വെച്ച് പറയാം. സോ ഇവിടെ ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ സച്ചിൻ എന്ന് പറഞ്ഞ ഒരാളുടെ പേരിലാണ്. സച്ചിൻ എന്ന് പറഞ്ഞ ഒരാളുടെ പേര് വി നോ ഒബ്വിയസ്ലി സച്ചിൻ എന്നുള്ള ഒരു കാച്ചി നെയിം ആയതുകൊണ്ടാണ് ഞാൻ അത് തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. സോ വേർബ് എന്താണ് ഇവിടെ നമുക്ക് വേർബ് ആയിട്ട് വരുന്നത്. സോ വേർബിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ലൈക്ക് സച്ചിൻ അഥവാ സബ്ജക്റ്റിനെ ഞാൻ യെല്ലോസിൽ ലൈക്ക് നോട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഐ ഹൈലൈറ്റ് ഡ്രിങ്ക്സ് എന്നുള്ളതാണ് അവിടെ വേർബ് ആയിട്ട് വരുന്നത്. സോ അതിനെയും ഞാൻ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വേർബ് അല്ലാതെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ ഒരാൾ കൂടി ഉണ്ടല്ലോ, ഇവിടെ ഉണ്ടല്ലോ. സോ ഒബ്ജക്റ്റിനെ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? ഒബ്ജക്റ്റ് എവിടെയാണ്, ആരാണ് ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ഇവിടെ? ഒബ്ജക്റ്റ് എന്നുള്ളത് നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് ഒബ്ജക്റ്റ് എന്നുള്ളതിനെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മറ്റൊരു കളർ ഉപയോഗിക്കാം. ദാറ്റ് ഇസ് ഒരു പിങ്ക് കളറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒബ്ജക്റ്റിനെയും ഐഡന്റിഫൈ ചെയ്യുന്നു. സോ ഒബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒബ്ജക്റ്റ് മാത്രമായിട്ടല്ല നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ ഒരാളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ കൂടെ ലൈക്ക് ആർട്ടിക്കിൾ ഉണ്ടാവാം, പ്രോനൗൺസ് ഉണ്ടാവാം, ആഡ്ജക്റ്റീവ്സ് ഉണ്ടാവാം. ഇതെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് പറയപ്പെടുന്നത്. ഒബ്ജക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. സോ ഇവിടെ എന്താണ്, കോഫി അല്ല ഒബ്ജക്റ്റ്, എ കോഫി, ഒരു കോഫി അല്ലെങ്കിൽ ഒരെണ്ണം എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. റൈറ്റ്? സോ എന്താണ് ആ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കിയാൽ, ഒന്നുകൂടി വായിക്കേ. So I guess that is കുറച്ചൊരു പ്രോബ്ലമാറ്റിക് ആണ് ആ കളർ. സോ ഐ എം ജസ്റ്റ് റിമൂവിങ് ദാറ്റ് കളർ ആൻഡ് മറ്റൊരു കളർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിനെ ഹൈലൈറ്റ് ചെയ്യാം. റൈറ്റ്? എ കോഫി. റൈറ്റ്? ഐ ഗെറ്റ്സ് ഇറ്റ് ഇസ് ക്ലിയർ. സോ സച്ചിൻ ഡ്രിങ്ക്സ് എ കോഫി. സോ ഇവിടെ ഞാൻ പറഞ്ഞു സബ്ജക്റ്റ് എന്താ വരുന്നത്, സച്ചിൻ. ദെൻ വേർബ് എന്താ വരുന്നത്, ഡ്രിങ്ക്. പിന്നെ അതുപോലെ ഒബ്ജക്റ്റ് എന്താ, എ കോഫി, അല്ലെ, ഒരു കോഫി. സോ എന്താണ് ഈ ഒരു സെന്റൻസിന്റെ അർത്ഥം എന്താണ്, ഈ വാക്യത്തിന്റെ അർത്ഥം എന്താണ് പറഞ്ഞേ? സച്ചിൻ ഡ്രിങ്ക്സ് എ കോഫി. ദാറ്റ് മീൻസ് അയാൾ ചെയ്ത് കഴിഞ്ഞോ, ചെയ്യുകയാണോ? റൈറ്റ്? ഇത്രയേ ഉള്ളൂ. സച്ചിൻ ഒരു കോഫി കുടിക്കുകയാണ്, അല്ലേ? കുടിക്കുകയല്ലേ? ഇപ്പോഴും ആ പ്രസന്റിൽ നമ്മൾ ആ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ അയാൾ ചെയ്യുന്നത്, കുടിക്കുകയാണ്. സോ ടു എക്സ്പ്രസ് ഇറ്റ് ഇൻ എ സിമ്പിൾ പാറ്റേൺ നമ്മൾ ഉപയോഗിക്കുന്നതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഇപ്പൊ നടന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ യൂസ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. ക്ലിയർ ആണോ? സിമ്പിൾ പ്രസന്റ് ടെൻസ്. സോ അതിന്റെ ജനറൽ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് subject plus I'm back into my color, normal കളറിലേക്ക് നമ്മൾ മാറുകയാണ്. ദാറ്റ് ഈസ് ദ സബ്ജക്ട് പ്ലസ് വേർബ് പ്ലസ് എസ് ഓർ ഇ എസ് പ്ലസ് ഒബ്ജക്ട്. എന്താ ജനറൽ ഫോമാറ്റ്? സബ്ജക്ട് പ്ലസ് വേർബ് പ്ലസ് എസ് ഓർ ഇ എസ്. എന്താണ് ഈ എസ് ഓർ ഇ എസിന്റെ പ്രത്യേകത? എസ് അല്ലെങ്കിൽ ഇ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു തന്നെ എനിക്ക്. എന്താ എസ് ഓർ ഇ എസിന്റെ പ്രത്യേകത? ദാറ്റ് ഈസ് when the subject, ഒന്നുകൂടി വളരെയധികം ശ്രദ്ധിക്കുക. ഇത് എല്ലാവരും പലരും തെറ്റിക്കുന്ന ഒരു ഇൻസ്റ്റൻസ് ആണ് when we are like explaining അല്ലെങ്കിൽ when we are expressing in a simple present tense. കാരണം സബ്ജക്റ്റ് സിംഗുലർ ആവുകയാണെങ്കിൽ, സബ്ജക്റ്റ് സിംഗുലർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരാള് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് എന്നല്ല, ഒരു തിങ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആനിമൽ ഒരെണ്ണമാണ് സബ്ജക്റ്റ്, സിംഗുലർ ആണ് സബ്ജക്റ്റ് എന്നുണ്ടെങ്കിൽ വേർബ് ഏത് ഫോമിൽ വരണം എന്നാ പറയുന്നത്? Verb should come in the plural form. ഏത് ഫോമാ? പ്ലൂറൽ ഫോം. സോ സിംഗുലർ ആണ് സബ്ജക്റ്റ് എങ്കിൽ വേർബ് എങ്ങനെ വരണം? പ്ലൂറൽ ആയിട്ടേ എക്സിസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലാവുന്നുണ്ടല്ലോ? സോ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബ് പ്ലൂറൽ. അങ്ങനെയാണെങ്കിൽ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലോ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ദ സെയിം വൈസ് വേഴ്സ, അല്ലേ? അതായത് നമ്മൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബ് പ്ലൂറൽ ആവുന്നത് പോലെ നമ്മളെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ എന്താ, നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വേർബ് എക്സിസ്റ്റ് ചെയ്യും. ദാറ്റ് ഇസ് ഇൻ സിംഗുലർ ഫോം. ഇവിടെ നോക്കുക, സച്ചിൻ ഡ്രിങ്ക്സ് എ കോഫി എന്നാണ്. റൈറ്റ്? സച്ചിൻ ഡ്രിങ്ക്സ് എ കോഫി. സച്ചിൻ ഒരാളായതുകൊണ്ടാണ് ഡ്രിങ്ക് എന്ന് പറഞ്ഞ വേർബിന്റെ കൂടെ നമ്മൾ എസ് എന്നുള്ള പ്ലൂറൽ ആക്കാൻ പറ്റുന്ന ഫോം ആക്കി. സച്ചിൻ കാച്ചസ് എ ബോൾ.
സച്ചിൻ catches a ball. അവിടെ നമ്മൾ ES ഉപയോഗിച്ചിട്ടുണ്ട് പ്ലൂറൽ ആക്കാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ് ഇസ് S or ES എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വേർബിനെ ആവശ്യമെങ്കിൽ പ്ലൂറൽ ആക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപാധിയാണ് S അല്ലെങ്കിൽ ES എന്നുള്ളത്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? സോ ആ സബ്ജക്ട് സച്ചിൻ ആൻഡ് ഗാംഗുലി ആണെങ്കിലോ നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ, സച്ചിൻ ആൻഡ് ഗാംഗുലി അങ്ങനെയാണെങ്കിലോ, സച്ചിൻ ആൻഡ് ഗാംഗുലി ഡ്രിങ്ക് എ കോഫി. എന്താ പറയാ? ഡ്രിങ്ക് എ കോഫി. കാരണം എന്താ, ഇവിടെ സബ്ജക്ട് രണ്ടുപേരുണ്ട്, സച്ചിനും ഉണ്ട് ഗാംഗുലിയും ഉണ്ട് അല്ലെ, സച്ചിൻ ആൻഡ് ഗാംഗുലി എന്നാണ്. സോ അങ്ങനെ വരുന്ന സമയത്ത് സബ്ജക്ട് ഇസ് ഓഫ് എ പ്ലൂറൽ നേച്ചർ. പ്ലൂറൽ നേച്ചർ ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വേർബിനെ എന്താക്കി മാറ്റും? പ്ലൂറൽ ആക്കി മാറ്റാൻ പറ്റുമോ? ഇല്ല. സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ വേർബിനെ സിംഗുലർ ആക്കി മാറ്റും. സോ ദാറ്റ് ഇസ് സച്ചിൻ ആൻഡ് ഗാംഗുലി ഡ്രിങ്ക് എ കോഫി. ഇനി മിസ്റ്റർ എക്സ് പ്ലേ ക്രിക്കറ്റ് ആണോ പ്ലേസ് ക്രിക്കറ്റ് ആണോ? മിസ്റ്റർ എക്സ് പ്ലേ ക്രിക്കറ്റ് ആണോ പ്ലേസ് ക്രിക്കറ്റ് ആണോ? ഒബ്വിയസ്ലി മിസ്റ്റർ എക്സ് ഒരാളേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് വരണം? പ്ലേ ആണോ വരിക? അല്ല, പ്ലേസ് ക്രിക്കറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയേണ്ടത്. സോ അത് ക്ലിയർ അല്ലേ? സബ്ജക്റ്റും വേർബും തമ്മിലുള്ള ഒരു ചെറിയ എഗ്രിമെന്റ് കൂടിയാണിത്, റൈറ്റ്? ഒരു പ്ലൂറൽ ഫോമിലാവുമെങ്കിലും പ്ലൂറാലിറ്റി ഒന്നും വരുന്നില്ല, പ്ലൂറൽ ഫോമിലേക്ക് എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത ഒരു കൺവെൻഷൻ ആണിത്. സോ എന്താണ് നമ്മുടെ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ജനറൽ ഫോർമുല ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ടെൻസിലേക്ക് പോകാം. പറഞ്ഞേ, എന്റെ കൂടെ പറഞ്ഞേ, റൈറ്റ്? സിമ്പിൾ പ്രസന്റ് ടെൻസിലെ സബ്ജക്റ്റ്, ദാറ്റ് ഈസ് സബ്ജക്ട് പ്ലസ് verb plus S or ES. അതിന്റെ ബ്രാക്കറ്റിൽ എന്ത് പറയാം? if the subject is singular, അങ്ങനെയാണെങ്കിൽ മാത്രം പ്ലൂറൽ ഫോം കൊണ്ടുവന്നാൽ മതി. പ്ലസ് ഒബ്ജക്റ്റ്. ഒന്നുകൂടി ഒരു പ്രാവശ്യം കൂടി ഒന്ന് പറഞ്ഞേ. ഇത് കാണാതെ പഠിച്ചോ, ഒന്നാലും കുഴപ്പമില്ല. എന്താ സിമ്പിൾ പ്രസന്റ് ടെൻസ് വന്ന ഫോർമുല പറഞ്ഞേ, ജനറൽ ഫോർമുല പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞു നോക്കിയേ. ദാറ്റ് ഈസ് സബ്ജക്ട് പ്ലസ് വേർബിന്റെ സിമ്പിൾ ഫോം അഥവാ V1 വേർബ് ഇറ്റ്സെൽഫ് അങ്ങനെ തന്നെ വരുന്നു, പ്ലസ് S or ES പ്ലസ് ഒബ്ജക്റ്റ്. ക്ലിയർ ആണല്ലോ? സോ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് പഠിച്ചു കഴിഞ്ഞു. നമുക്കറിയാം പ്രസന്റ് ടെൻസിൽ നമ്മൾ കാര്യം പറയുമ്പം, സോ സച്ചിൻ പ്ലേസ് ക്രിക്കറ്റ്, സച്ചിൻ ഡ്രിങ്ക്സ് എ കോഫി, സച്ചിൻ ആൻഡ് ഗാംഗുലി ഡ്രിങ്ക് എ കോഫി എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ എക്സാമ്പിൾസ് നോക്കി. ക്ലിയർ ആണേ? അടുത്ത ടെൻസ് ഫോമിലേക്ക് ഞാൻ പോവുകയാണ്, വിച്ച് ഇസ് ദ സെക്കൻഡ് ടെൻസ് ഫോം, വിച്ച് ഇസ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. സോ എന്താണ് ഈ കണ്ടിന്യൂസ് ഫോം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐ വുഡ് സേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. കണ്ടിന്യൂസ്, നമ്മളൊരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, കണ്ടിന്യൂയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ചുകൊണ്ട് പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഇതൊക്കെ വെച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ദാറ്റ് ഇസ്, എക്സാമ്പിൾ നോക്കിക്കോ, സച്ചിൻ ഈസ് സെയിം. നമ്മൾ ആ സബ്ജക്റ്റ് മാറ്റിയിട്ടില്ല, വേർബ് മാറ്റിയിട്ടില്ല, ഒബ്ജക്റ്റ് മാറ്റിയിട്ടില്ല. നോക്കിക്കേ, എന്താ എക്സാമ്പിൾ വരുന്നത്? ദാറ്റ് ഈസ് സച്ചിൻ എന്ന് പറഞ്ഞ ആളുടെ പേര് വന്നു. പിന്നെ എന്താ വന്നേ? സച്ചിൻ ഈസ് ഡ്രിങ്കിങ് എ കോഫി. യെസ്, ING ഫോം അഥവാ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ING ഫോം വേർബിന്റെ കൂടെ ആഡ് ചെയ്യണം. ദാറ്റ് ഈസ്, ഇവിടെ ഇതിന്റെ അർത്ഥം എന്താ? സച്ചിൻ ഒരു കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ്, ഞാൻ കാണുന്ന സമയത്ത് അയാള് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ്, ആ പ്രോസസ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ആണല്ലോ. സോ അങ്ങനെ വരുമ്പം കണ്ടിന്യൂസ് ഫോമിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ING ഫോം ഇൻസേർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ പ്രസന്റിലാണ് പറയുന്നത് എന്നുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഈസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആം. ഐ ആം ഡ്രിങ്കിങ് കോഫി. ഐ വന്നാൽ ആം ആണ് വരിക. ബാക്കിയുള്ളതിനൊക്കെ ഈസ് അല്ലെങ്കിൽ ആർ എന്നുള്ള ഫോമാറ്റിലാണ് നമ്മൾ യൂസ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? സോ ഒന്ന് പറഞ്ഞേ. ഇനി സച്ചിൻ ആൻഡ് ഗാംഗുലി ആണെങ്കിലോ? പറഞ്ഞോ, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ. സച്ചിന്റെ കൂടെ ഒരാൾ കൂടി വന്നു. എന്തായി? സബ്ജക്ട് എന്ത് ചെയ്തു? സിംഗുലർ ആണോ ഇപ്പം? അല്ല, റൈറ്റ്? ദാറ്റ് ഇസ് പ്ലൂറൽ ആയി. സച്ചിൻ ആൻഡ് ഗാംഗുലി. ഈസ് ആണോ? അല്ല. എന്താ? ആർ. സച്ചിൻ ആൻഡ് ഗാംഗുലി ആർ ഡ്രിങ്കിങ് എ കോഫി. സച്ചിൻ ആൻഡ് ഗാംഗുലി ഇസ് ആണോ? അല്ല, ആർ പ്ലേയിങ് ക്രിക്കറ്റ്. മനസ്സിലാവുന്നുണ്ടല്ലോ? സോ ബേസിക്കലി എന്താണ് സബ്ജക്ട്? സോ ഒന്ന് പറഞ്ഞേ, അതിന്റെ ജനറൽ ഫോമാറ്റ് ഒന്ന് പറഞ്ഞേ, നമുക്ക് ഡിറൈവ് ചെയ്ത് നോക്കാം. എന്താ? സബ്ജക്ട് പ്ലസ് ഈസ് ഓർ ആർ പ്ലസ് വേർബ് പ്ലസ് ING പ്ലസ് ഒബ്ജക്ട്. വേർബ് പ്ലസ് ING. ഞാൻ പറഞ്ഞു കണ്ടിന്യൂ ചെയ്തു പോകുന്ന കാര്യമാണ്.
കണ്ടിന്യൂ ചെയ്ത് പോകുന്ന കാര്യമായതുകൊണ്ടാണ് ING ഫോമാറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതാണ്? സെക്കൻഡ് ടെൻസ് ആണ് നമ്മൾ പഠിച്ചത്. പ്രസന്റ് കണ്ടിന്യൂസ്. പ്രസന്റ് സിമ്പിൾ പ്രസന്റ് പഠിച്ചു. ഇനി പ്രസന്റ് കണ്ടിന്യൂസ് പഠിച്ചു. പ്രസന്റ് കണ്ടിന്യൂസിൽ എന്താ മാറ്റമുള്ളത്? സബ്ജക്ട് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആം അല്ലെ? ഈസ് ഓർ ആർ ഓർ ആം പ്ലസ് വേർബ് പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. ക്ലിയർ ആണേ? ഇതിന്റെ ക്ലാരിഫിക്കേഷൻ വേണ്ടല്ലോ. മുന്നോട്ട് പോകുന്നു. ദാറ്റ് ഈസ് അടുത്തത് വരുന്നതാണ് മൂന്നാമത്തെ ടെൻസ് ഫോം ആണ് നമുക്ക് പഠിക്കാനുള്ളത്. പ്രസന്റിൽ തന്നെയുള്ള മൂന്നാമത്തെ ടെൻസ് ഫോം ആണ് ഇത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. റൈറ്റ്. ഇവിടെ എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ ആണ്. പലർക്കും നല്ല രീതിയിൽ ഇംഗ്ലീഷ് പണ്ട് പഠിച്ചവരും ഒക്കെ കുറച്ചു കാലം കഴിയുമ്പോൾ അത് എന്തിനായിരുന്നു നമ്മൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തതെന്നുള്ളൊരു ചോദ്യം വരുന്ന ഒരു ഏരിയ ആണിത്. സോ അത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ദാറ്റ് ഈസ് പ്രസന്റ് പെർഫെക്റ്റ് ആവുന്നത് എപ്പോഴാണ് പ്രസന്റ് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നത്? അഥവാ ഞാൻ പറയുകയാണ് ദാറ്റ് ഈസ് ഐ ആം ഡ്രിങ്കിങ് എ കോഫി അല്ലെ? ഞാനൊരു കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അതല്ലാതെ ഞാൻ ഈ കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ വരികയും ഞാൻ ആ കോഫി കുടിച്ച് കഴിഞ്ഞ് ജസ്റ്റ് ഇവിടെ ടേബിളിന്റെ പുറത്ത് വെച്ചു. എന്ത് ചെയ്തു? ഞാനൊരു കോഫി ഞാൻ കുടിക്കുകയായിരുന്നു. കുടിക്കുന്ന സമയത്ത് ഒരാൾ വന്നു, അത് കോഫി കുടിച്ചു കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു? ആ ടേബിളിന്റെ മുകളിൽ ആ കപ്പ് അവിടെ വെച്ചു. ഇയാള് ഞാൻ കോഫി കുടിക്കുന്നത് കണ്ടു. ഇയാള് പുറത്തേക്ക് പോയി. തൊട്ടപ്പുറത്തെ റൂമിലിരിക്കുന്ന ഒരാളോട് ഇദ്ദേഹം പറയുകയാണ്. എന്ത് പറയും? അയാൾ ശരിക്കും പറഞ്ഞാൽ അത് പ്രസന്റിൽ കണ്ടൊരു കാര്യമല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇത് പ്രസന്റിൽ ഒരാൾ കറക്റ്റ് ആയിട്ട് കണ്ട ഒരാളല്ലേ? കാരണം ആ മൊമെന്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പ്രസന്റ് മാറി പാസ്റ്റിലേക്ക് പോയി അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് അയാൾക്ക് എനിക്ക് തോന്നുന്നു 2 മിനിറ്റ് പോലും ആയിട്ടില്ല. അദ്ദേഹം അപ്പുറത്തെ റൂമിൽ പോയിട്ട് മറ്റൊരാളെടുത്തത് ഷെയർ ചെയ്യാണ്. ഷെയർ ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നം എന്താ? ഇത് പാസ്റ്റ് ആയി കഴിഞ്ഞു അല്ലെ? പക്ഷെ അദ്ദേഹത്തിന്റെ കണ്ണിൽ ഇത് എന്തായിരുന്നു? പ്രസന്റ് ആണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അതാണ് പെർഫെക്റ്റ് ആയിരിക്കുന്ന പ്രസന്റ് ടെൻസ്. അവിടെ കഴിഞ്ഞു പ്രസന്റ് ടെൻസ്. സോ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ തൊട്ടു മുന്നേ നമ്മൾ വളരെ യാദൃശ്ചികമല്ല, വളരെ അടുത്തുകൊണ്ട് പ്രസന്റ് ടെൻസ് പാസ്റ്റിലേക്ക് മാറുന്നതിന്റെ തൊട്ടു മുന്നേ ഇരിക്കുന്ന അവസ്ഥേനെയാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ആയിരിക്കുന്ന അവസ്ഥ. പ്രസന്റ് പെർഫെക്റ്റ് ആയിരിക്കുന്ന അവസ്ഥ ഇതിനെയാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുക. സോ അതുകൊണ്ട് ഇനി നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഒരു കാര്യം വിറ്റ്നസ് ചെയ്തു, നിങ്ങൾ അത് കഴിഞ്ഞ ഒരൊറ്റ ഇൻസ്റ്റൻസിന് നിങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ ഈ കാര്യം നടന്നത് ഒരാളോട് സംസാരിക്കുകയാണ്. ആ സമയം നിങ്ങൾ ഉപയോഗിക്കുന്ന ടെൻസ് ഫോം ഏതാ? ദാറ്റ് ഈസ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ക്ലിയർ ആണല്ലോ? സോ ഈ ഇതിന്റെ ഫോർമാറ്റ് വരുമ്പോൾ മാത്രം ഇവിടെ പുതിയൊരാളുടെ അപ്പിയറൻസ് വരുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആൾക്കാരാണ്. ദാറ്റ് ഈസ് ഹാസ് ഓർ ഹാവ്. റൈറ്റ്? അപ്പം സച്ചിൻ കോഫി ഡ്രിങ്ക് എന്നുള്ള വെച്ച് ഇതൊന്ന് കൺസ്ട്രക്ട് ചെയ്ത് നോക്കിയേ. എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുക? സച്ചിൻ ഹാസ് ആണോ ഹാവ് ആണോ? സച്ചിൻ എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹാസ് ആണ് ഉപയോഗിക്കേണ്ടത്. സച്ചിൻ ഹാസ്. റൈറ്റ്? പിന്നെ സോറി മാർക്ക് ചെയ്തത് റോങ് പ്ലേസിലായി പോയി. സോറി. സച്ചിൻ ഹാസ് അല്ലെ? സച്ചിൻ ഹാസ് ഡ്രങ്ക്. DRUNK. ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്. ഒരു വേർബിന് 3 ഫോംസ് ആണ് ഉണ്ടാവുക. ഏതൊക്കെയാണ്? ഒരു വേർബിന് 3 ഫോംസ് ആണ്. ഈ ഫോംസിന്റെ പേര് ഓർമ്മയുണ്ടോ? നിങ്ങളൊന്ന് മനസ്സിൽ പറഞ്ഞു നോക്കിയേ. ബേസിക്കലി 3 ഫോംസ് ആണുള്ള ഒരു വേർബിന്. സിമ്പിൾ ഫോം, പാസ്റ്റ് ഫോം ആൻഡ് വി ഹാവ് ദ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. നമ്മൾ എളുപ്പത്തിന് സിമ്പിൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നൊക്കെ പറയുന്നതിനേക്കാളും എളുപ്പത്തിൽ പറയാൻ വേണ്ടിയിട്ട് ഇതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് V1, V2 ആൻഡ് V3. V1 എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്, V2 എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ആണ്, V3 എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. സോ എവിടെയൊക്കെ നമ്മൾ പെർഫെക്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യം വരുന്നുണ്ടോ, നമുക്ക് 3 ടെൻസസിലും ഈ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞ സാധനം വരുന്നുണ്ട് ഉണ്ടല്ലോ. നമുക്കറിയാലോ, പാസ്റ്റിൽ വരുന്നുണ്ട്. ഇപ്പൊ അതാ പ്രസന്റിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രസന്റ് പെർഫെക്റ്റിൽ വരുന്നുണ്ട്, പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കുന്ന അവസ്ഥയുണ്ട്, ഫ്യൂച്ചറും പെർഫെക്റ്റ് ആയിരിക്കുന്ന അവസ്ഥയുണ്ട്. ഇവിടെ ഒക്കെ വരുമ്പം ഒരേ ഒരു റൂളേ ഉള്ളൂ. ദാറ്റ് ഈസ് ടു യൂസ് V3 ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. V3 അഥവാ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ ഡ്രങ്ക് എന്നുള്ള രീതിയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? സോ എന്താ അതിന്റെ സ്ട്രക്ചർ? എന്താ? സച്ചിൻ ഹാസ് ഡ്രങ്ക് എ കോഫി. സച്ചിൻ ആൻഡ് ഗാംഗുലി ഹാവ് ഡ്രങ്ക് എ കോഫി. റൈറ്റ്?
സച്ചിൻ ഹാവ് ആണോ ഹാസ് ആണോ? സച്ചിൻ ഹാസ് പ്ലേഡ് ക്രിക്കറ്റ്. പ്ലേഡ് തന്നെയാണ് V1 V2 V3 വരുന്നത്. V1 പ്ലേ ആണെങ്കിൽ V2 ആൻഡ് V3 അത് സെയിം. ഇനി കട്ടിന്റെ V1 V2 V3 ഓർമ്മയുണ്ടോ? കട്ട് പുട്ട് എന്നുള്ളതൊക്കെ. കട്ട് പുട്ട് മൂന്നും സെയിം സ്ട്രക്ചറിലാണ് വരുന്നത്. ഈറ്റിന്റെ ഒന്ന് പറഞ്ഞേ. ഈറ്റിന്റെ V1 V2 V3. ഈറ്റ് V1. ഓക്കെ, അതിന്റെ എന്തായിരിക്കും? ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ. ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ. സോ ഏത് ഫോമാണ് നമ്മൾ പെർഫെക്റ്റ് ടെൻസിൽ വരുമ്പോൾ ഉപയോഗിക്കുക? ഏതായിരിക്കും ഉപയോഗിക്കുക? രാജു ഹാസ് ഈറ്റൺ ആണോ എയ്റ്റ് ആണോ? രാജു ഹാസ് ഈറ്റൺ എ ബനാന. രാജു ഹാസ് ഈറ്റൺ എ ബനാന. അപ്പൊ അത് ഏത് ടെൻസാ? ടെൻസ് ഫോം എങ്ങനെ ഐഡന്റിഫൈ ചെയ്യേണ്ടതെന്ന് ക്ലിയർ അല്ലേ? ഹാസോ ഹാവിന്റെയോ പ്രസൻസും V3യും കൂടി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കുക അത് ഏത് ടെൻസ് തന്നെയാണ്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഹാസിന്റെ പ്രസൻസും ഹാസ് അല്ലെങ്കിൽ ഹാവിന്റെ പ്രസൻസും V3യും കൂടി ഒന്ന് ചേർന്ന് വരുന്ന ഒരു സെന്റൻസ് ഉണ്ടെങ്കിൽ അത് എന്തിലായിരിക്കും? ഉറപ്പിക്കുക എന്തിലാണത്? പെർഫെക്റ്റ് ടെൻസ് ഓഫ് പ്രസന്റിലാണ് വരുന്നത്. റൈറ്റ്? ക്ലിയർ ആണല്ലോ? സോ നോക്കിക്കോ, അതിന്റെ ജനറൽ ഫോമായിട്ട് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. എങ്ങനെയാ? സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്ട്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ അഥവാ V3 പ്ലസ് ഒബ്ജക്ട് ആണ് നമ്മൾക്ക് അതിന്റെ എന്ത് ചെയ്ത് വരുന്നത്? അതിന്റെ ജനറൽ ഓറിയന്റേഷൻ വരുന്നത്. ക്ലിയർ ആണല്ലോ? ജനറൽ ഫോമുല ക്ലിയർ അല്ലേ? എന്നാൽ നോക്കിക്കോ, ഒരു നോട്ട് അവിടെ ഞാൻ എഴുതി തന്നിട്ടുണ്ട്. എന്താ നോക്കിയോക്കെ? ഹാവ് ഈസ് യൂസ്ഡ് ഫോർ പ്രോനൗൺസ് സച്ച് ആസ് I, you, we, they and plural nouns. റൈറ്റ്? പ്ലൂറൽ നൗൺസിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഹാസ് എവിടെ ഉപയോഗിക്കുന്നത്? ഹാസ് ഈസ് യൂസ്ഡ് ഫോർ പ്രോനൗൺസ് സച്ച് ആസ് ഹി, ഷീ, ഇറ്റ്, ഹു ആൻഡ് സിംഗുലർ നൗൺസ്. പ്രോനൗൺസ് ആയിട്ടുള്ള, അതായത് പ്രോനൗൺസിൽ I, you I ആണെങ്കിലും യു ആണെങ്കിലും നമ്മൾ ഹാവ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അത് ശ്രദ്ധിക്കുക. യു ഹാസ് എന്നല്ല, ഒരാളെയാണ് മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിലും I എന്നുള്ളത് ഒരാളാണെങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യില്ല? ഹാസ് ഉപയോഗിക്കാറില്ല, ഹാവ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ I ഡ്രങ്ക് കോഫി എന്നുള്ളതാണ്, അല്ലെങ്കിൽ I ഡ്രിങ്ക് കോഫി എന്നുള്ളതിന്റെ ലൈക്ക് പാസ്റ്റ് പ്രസന്റ് പെർഫെക്റ്റ് പറഞ്ഞേ. I ഹാവ് ഡ്രങ്ക് എ കോഫി. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആണല്ലോ? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഈ ഒരു ഫോമാറ്റ് ഒന്നുകൂടി ഒന്ന് നോക്കുക, ഇരുത്തി നോക്കുക. എന്താണ്? നമുക്ക് ആ ജനറൽ ഫോമാറ്റ് മാത്രം പഠിച്ചിട്ടുണ്ടായാൽ മതി. പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് മാത്രം പഠിച്ചാൽ മതി? ജനറൽ ഫോർമാറ്റ് മാത്രം നിങ്ങൾ മൈൻഡ് ചെയ്താൽ മതി. വിച്ച് വിൽ ഗെറ്റ് ഇൻ ടു യു. സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ എടുക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലെത്തി. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ഇനി നമുക്ക് പറയാനുള്ളത് പ്രസന്റിൽ തന്നെ പെർഫെക്റ്റ് ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു പ്രസന്റിന്റെ പെർഫെക്റ്റ് ആയിരിക്കുന്ന അവസ്ഥയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രസന്റിന്റെ പെർഫെക്റ്റ് ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ പറഞ്ഞു ഓക്കെ നടന്നു, ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ ചെയ്യായിരുന്നു, ഞാൻ അത് കുടിച്ച് ജസ്റ്റ് ഇങ്ങനെ വെച്ചു, അയാൾ അത് പുറത്തു പോയി പറയുമ്പോഴത്തേക്ക് അത് പെർഫെക്റ്റിലാണ് പറയുക. ഇനി ഇതേ ആള് എൻ്റെ അടുത്തേക്ക് കയറി വരികയാണ്. കയറി വന്നതിന് ശേഷം ഞാനിതാ ഒരു കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇത് കുടിച്ചു കൊണ്ടിരിക്കുകയാണ്. റൈറ്റ്? കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാൾ ഇത് കണ്ടു, ഞാൻ കാപ്പി കുടിക്കുകയെന്ന് കണ്ടതുകൊണ്ട് ഇയാൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പൊ അയാളുടെ പ്രസന്റിൽ അയാൾ കണ്ട ലാസ്റ്റ് മൊമെന്റ് എന്താ? ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇയാൾ കണ്ടത്, അല്ലേ? ആണോ അല്ലയോ? സോ അങ്ങനെ വന്നിരിക്കുന്ന അവസ്ഥയിൽ ദാറ്റ് ഈസ് നമ്മളിപ്പോ കഴിഞ്ഞു പോയ എന്നാൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഏത് ടെൻസ്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രസന്റിലെ പെർഫെക്റ്റ് ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു ഇൻസ്റ്റൻസിനെ നമ്മൾ ലൈക്ക് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപയോഗിക്കാൻ പറ്റുന്ന ഫോമാണ്, ടെൻസ് ഫോമാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ജനറൽ ഫോർമാറ്റ് ഒന്നുമില്ല. ഹാസ് ഓർ ഹാവിന്റെ കൂടെ ഇവിടെ കണ്ടിന്യൂസ് ആണല്ലോ, അപ്പൊ നമുക്ക് എന്തായാലും അറിയാം വെർബിന്റെ കൂടെ ആര് വരണം? ING ഫോം. ഞാൻ നേരത്തെ പറയണ്ടായിരുന്നു കണ്ടിന്യൂസ് എന്ന് പറഞ്ഞ സാധനം കേട്ടാൽ ഉറപ്പിക്കുക വെർബിന്റെ കൂടെ ആരുണ്ടാവും? ING ഫോം ഉണ്ടാവും. പക്ഷേ പെർഫെക്റ്റ് ആണല്ലോ. പെർഫെക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ പെർഫെക്റ്റ് ടെൻസിൽ എന്താണോ നമ്മൾ തൊട്ട് മുന്നേ നോക്കിയ പ്രസന്റ് പെർഫെക്റ്റിൽ എന്താണോ അത് അതുപോലെ ഇങ്ങ് എടുക്കുക. ഇതുപോലെ ഇങ്ങ് എടുത്തിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ? ഒരു ചെറിയൊരാളെയും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. ബിയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. BE എന്ന് പറഞ്ഞ വേർഡിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ബീൻ. സോ ഇയാളെ നമ്മൾ ആഡ് ചെയ്യുന്നതോടെ അതങ്ങ് സോൾവ് ആയി. പെർഫെക്റ്റ് ആക്കണം എന്നുള്ളൊരു അവസ്ഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ എന്ത് ചെയ്തു? സോൾവ് ചെയ്ത് കൊടുത്തു. സോ ദ സെയിം തിങ്. എന്താ ഇവിടെ വന്നിരിക്കുന്നത്? സച്ചിൻ ഹാസ് ബീൻ ഡ്രിങ്കിങ് എ കോഫി. എങ്ങനെയാ? സച്ചിൻ ഹാസ് ബീൻ ഡ്രിങ്കിങ് എ കോഫി. ഓക്കെ, ജനറൽ ഫോമുല പറഞ്ഞോ? സബ്ജക്ട് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ്
വേർബ് പ്ലസ് ing പ്ലസ് ഒബ്ജക്ട് അല്ലേ? ഇതല്ലേ അങ്ങനെ തന്നെയല്ലേ യൂസ് ചെയ്ത് നോക്കിയേ. സച്ചിൻ ഹാസ് ബീൻ ഡ്രിങ്കിങ് എ കോഫി. സച്ചിൻ ഹാസ് ബീൻ ഡ്രിങ്കിങ് എ കോഫി. ഇനി സച്ചിൻ ആൻഡ് ഗാംഗുലി ആണെങ്കിലോ, സച്ചിൻ ആൻഡ് ഗാംഗുലി ഹാവ് ബീൻ ഡ്രിങ്കിങ് എ കോഫി. സച്ചിൻ പ്ലേ ക്രിക്കറ്റ്. പറഞ്ഞോ ഏതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും? പറഞ്ഞോ, നിങ്ങൾ തന്നെ പറ. സച്ചിൻ ഹാസ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ്. സച്ചിൻ ഹാസ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ്, റൈറ്റ്? സച്ചിൻ ഈറ്റ് ബനാന. പറഞ്ഞോ, സച്ചിൻ ഈറ്റ് ബനാന. ഇത് വെച്ചിട്ടൊന്ന് കൺസ്ട്രക്ട് ചെയ്തേ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സച്ചിൻ ഹാസ് ബീൻ ഈറ്റിംഗ് എ ബനാന. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ മക്കളെ? അല്ലേ? ഇതാ എന്നാൽ നമ്മള് ടെൻസിന്റെ ഫസ്റ്റ് ടെൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. 4 ടെൻസ് ഫോംസും പറഞ്ഞു. ഒന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞേ, ജനറൽ ഫോമിലെ പെട്ടെന്ന് നോക്കിക്കേ. സിമ്പിൾ പ്രസന്റ് ടെൻസ് വരുമ്പോ സബ്ജക്ട് പ്ലസ് verb plus s or es plus object. ക്ലിയർ ആണല്ലോ? സബ്ജക്ട് പ്ലസ് verb plus s or es plus object. ക്ലിയർ ആണല്ലോ? then we have present continuous. present continuousൽ എങ്ങനെയാ? സബ്ജക്ട് പ്ലസ് is അല്ലെങ്കിൽ are അല്ലെങ്കിൽ am പ്ലസ് verb plus ing plus object. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇനി പ്രസന്റ് പെർഫെക്റ്റ് ആയിരിക്കുന്ന അവസ്ഥ ഏത് സമയത്ത് അത് ഉപയോഗിക്കേണ്ടത് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി അത് മറക്കരുത്, റൈറ്റ്? പ്രസന്റ് പെർഫെക്റ്റ് ആയിരിക്കുന്ന അവസ്ഥ എങ്ങനെ നമ്മൾ പറയും? പറഞ്ഞോ, സബ്ജക്ട് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ഹാസ് ആൻഡ് ഹാവിന്റെ യൂസേജ് അറിയാലോ, റൈറ്റ്? ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് പറഞ്ഞോ V3 അഥവാ പാസ്റ്റ് പാർട്ടിസിപ്പിൾ പ്ലസ് ഒബ്ജക്ട്. ക്ലിയർ ആണല്ലോ? ഇനി ലാസ്റ്റ് വൺ, പ്രസന്റ് ടെൻസിലെ ലാസ്റ്റ് വൺ ആണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പറഞ്ഞോ, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എങ്ങനെ പറയാം? പറഞ്ഞോ, സബ്ജക്ട് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വേർബ് പ്ലസ് ing പ്ലസ് ഒബ്ജക്ട്. ഓർക്കൂലേ? ഓർത്ത് വെക്കണേ, മറന്നു പോരുത്. കാരണം ഇതിനകത്തുനിന്നാണ് നമ്മൾ ഐഡന്റിഫൈ, നമ്മളോട് ചോദിക്കുകയാണ് താഴെ പറഞ്ഞിരിക്കുന്ന സെന്റൻസിന്റെ ടെൻസ് ഫോം ഐഡന്റിഫൈ ചെയ്യുക എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ലേ? കാരണം ഇതിന്റെ അകത്ത് മാറാൻ പറ്റില്ല. പ്രസന്റ് ടെൻസിൽ ഇതിൽ ഒരു കൺവെൻഷന് മാറാൻ പറ്റില്ല. ആകെ എന്താ ചെയ്യാൻ പറ്റുക? സച്ചിൻ വാസ് പ്ലേയിങ് ക്രിക്കറ്റ് ഇൻ എ നൈസ് വേ അല്ലെങ്കിൽ നൈസ്ലി എന്നൊക്കെ പറയുമ്പോൾ ഒരു വേർഡ് ആഡ് ചെയ്തു എന്നല്ലേ ഉള്ളൂ, അല്ലേ? സച്ചിൻ ഹാസ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് ഇൻ എ ഗുഡ് മാനർ. ഇൻ എ ഗുഡ് മാനർ എന്താ? അവിടെ ആഡ്ജക്റ്റീവോ ആഡ്വേർബോ അല്ലെ? ആഡ്വേർബ് ആയിട്ടാണ് വന്നിരിക്കുന്നത്, അല്ലെ? ക്രിക്കറ്റ് എങ്ങനെയാ കളിക്കുന്നത് നല്ല രീതിയിലായിരുന്നു. സോ ഇങ്ങനെ മാത്രമേ അഡീഷൻസ് എന്ന സെന്റൻസ് വരുള്ളൂ. അല്ലാത്തടത്തോളം സെന്റൻസിന്റെ സ്ട്രക്ചറിലൊന്നും യാതൊരു വിധത്തിലുള്ള മാറ്റവും ഇല്ല. ക്ലിയർ ആണോ? സോ അങ്ങനെ വന്നിരിക്കുന്ന സെന്റൻസിനെ നമ്മൾ കണ്ടു. സോ അങ്ങനെ പ്രസന്റ് ടെൻസിനെ 4 ടെൻസ് ഫോംസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു, റൈറ്റ്? കഴിഞ്ഞല്ലോ? ഉറപ്പിച്ച് വെക്കണേ, ഇത് തലേന്റെ അകത്തുനിന്ന് ഒരു കാരണവശാലും നമ്മൾ വിട്ടുകളയാൻ പാടില്ല. ബിക്കോസ് ഇനിയാണ് നമ്മൾ കൺസ്ട്രക്ഷൻ, ഇതിന്റെ ബേസിസിലാണ് നമ്മൾ ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്ക് ആക്കുന്നതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്, റൈറ്റ്? യെസ്, വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് ടെൻസ് ഫോം വിച്ച് ഇസ് എന്താണ്? ഇനി ടെൻസ് മാറി ഏതിലേക്ക് പോയി? ഇനി പാസ്റ്റ് ടെൻസിലാണ് നമ്മൾ കാര്യങ്ങൾ പറയാൻ പോകുന്നത്. പാസ്റ്റ് ടെൻസ് അഥവാ ഭൂതകാലം, കഴിഞ്ഞു പോയ കാര്യങ്ങൾ നമ്മൾ എങ്ങനെ പറയും, റൈറ്റ്? വളരെ എളുപ്പമാണ് പാസ്റ്റ് ടെൻസ്. വളരെ ഭയങ്കര സാമ്യതയുള്ള ഒരു കാര്യം കൂടിയാണ്. നമ്മൾ പ്രസന്റ് ടെൻസുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര സാമ്യതകൾ ഒരുപാടുള്ളൊരു ഏരിയ ആണ്. എങ്ങനെയെന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി ഒരു സിമ്പിൾ ആയിട്ട് ഞാൻ കണ്ട ഒരു കാര്യം, ദാറ്റ് ഈസ് എനിക്ക് അറിയില്ല, പാസ്റ്റിൽ നടന്നൊരു കാര്യമാണ്, എപ്പോൾ നടന്നു എന്ന് എനിക്കറിയില്ല, റൈറ്റ്? അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയാൻ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ പറയുക. ബിക്കോസ് നമ്മൾ ഒരു കാരണവശാലും അതിൻ്റെ ഒരു കാലഘട്ടത്തിന്റെ ഡീറ്റെയിലോ ഒന്നും തന്നെ നമ്മൾ കൊടുക്കില്ല, റൈറ്റ്? ഇനി അങ്ങനെ വരുന്ന സെന്റൻസ് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടെൻസ് ഫോം ആണ് ഏത്? സിമ്പിൾ പാസ്റ്റ് ടെൻസ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. സച്ചിൻ ഡ്രാങ്ക് എ കോഫി. ഇതിൽ എന്താ യൂസ് ചെയ്തിരിക്കുന്നത്? ഡ്രിങ്കിന്റെ V1 V2 ഫോം, അല്ലെ? V1ൽ നിന്ന് നമ്മൾ V2 ഫോമിലേക്ക് മാറ്റുവാണ്. കാരണം അതായത് പാസ്റ്റിൽ നടന്നതല്ലേ. അപ്പൊ പാസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രിങ്ക് എന്നുള്ളതിനെ വേർബിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഡ്രാങ്ക് എന്നുള്ള രീതിയിലേക്ക് മാറ്റുവാണ്. സോ എങ്ങനെയാ വന്നിരിക്കുന്നത് നോക്കിക്കോ. സബ്ജക്ട് എങ്ങനെയാ വന്നിരിക്കുന്നത്? സച്ചിൻ ഡ്രാങ്ക് എ കോഫി. ജനറൽ ഫോർമാറ്റ് ഡിറൈവ് ചെയ്തോ അവിടെ തന്നെ ഉണ്ടല്ലോ. സബ്ജക്ട് പ്ലസ് V2 പ്ലസ് ഒബ്ജക്ട്. സബ്ജക്ട് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു ഫോർമാറ്റ്, ജനറൽ ഫോർമാറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, റൈറ്റ്? പോരെ? ഇനി അടുത്തേക്ക് പോവാണ്. 6ാമത്തെ ടെൻസ് ഫോം ആണ് വിച്ച് ഇസ് കണ്ടിന്യൂസ് ആയിട്ട് പാസ്റ്റിൽ നടന്നിരുന്ന ഒരു കാര്യം, റൈറ്റ്? നമ്മൾ നോക്കുന്ന സമയത്ത് മുന്നേ നടന്ന കാര്യമാണ്,
പക്ഷെ അത് കണ്ടിന്യൂ ചെയ്ത് നടക്കുന്ന സമയത്താണ് നമ്മൾ കണ്ടിട്ടില്ല. ഓക്കെ, അത് ചെയ്തുകൊണ്ടിരുന്നു, ലൈക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ, അങ്ങനെയൊക്കെ പറയുന്ന അവസ്ഥ വരുന്ന സമയത്താണ് എന്ത് വരേണ്ടത്? ING ഫോം. എന്തെങ്കിലും ഒരു പാസ്റ്റിൽ നടന്ന ഇൻസിഡന്റ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് നമ്മൾ കണ്ടതെങ്കിൽ ആ വിറ്റ്നസ് ചെയ്ത കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ സെന്റൻസ് ആയിട്ട് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ്? ദാറ്റ് ഈസ്, നമ്മൾ കണ്ടു അയാൾ കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടത്, കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ, മുന്നേ നടന്ന കാര്യമാണ്. അപ്പൊ അതെങ്ങനെ നമ്മൾ പറയും? സച്ചിൻ വാസ് ഡ്രിങ്കിങ് എ കോഫി. സച്ചിൻ വാസ്. നമ്മൾ നേരത്തെ ഈസ് അല്ലെങ്കിൽ ആർ ഉപയോഗിച്ചതിന് പകരം ഇവിടെ എന്താ യൂസ് ചെയ്യുന്നത്? വാസ് അല്ലെങ്കിൽ വേർ. റൈറ്റ് റൈറ്റ്. ഐക്ക് വരുന്ന സമയത്ത് വാസ് ആണ്. ഐ വാസ് ഡ്രിങ്കിങ് എ കോഫി എന്ന് തന്നെ കേട്ടോ പറയാം. ഐക്ക് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ലൈക്ക് ഐ ഹാവ് എന്നൊക്കെയാണ് ഉപയോഗിക്കെങ്കിലും വാസ് ഓർ വേർ വരുന്ന സമയത്ത് വേർ എന്നുള്ളതല്ല, വാസ് എന്നുള്ളതാണ് ഐന്റെ ഫോം വരുന്നത്. ഐക്ക് മാത്രം കുറെ എക്സെപ്ഷൻസ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ഒന്നുകൂടി അല്ലാതെ സിങ്ക്രണൈസ് ചെയ്ത് വെച്ചേക്കുക എന്തൊക്കെയാണ് അതിന്റെ എക്സെപ്ഷൻസ് എന്നുള്ളത്. റൈറ്റ്. സോ നോക്കുന്ന സമയത്ത് എങ്ങനെയാ വന്നിരിക്കുന്നത്? സച്ചിൻ വാസ് ഡ്രിങ്കിങ് എ കോഫി. എന്താ പറഞ്ഞത്? സച്ചിൻ വാസ് ഡ്രിങ്കിങ് എ കോഫി. അയാൾ ഒരു കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മുന്നേ നടന്ന കാര്യമാണ്. സർട്ടൻ ആണോ? അല്ല, നടന്ന കാര്യമാണ്. പക്ഷെ എന്ന് എന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിവില്ല. സോ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ? നമ്മൾ കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് പറയും. സോ പറഞ്ഞോ ഡിറൈവ് ചെയ്തേ. സബ്ജക്ട് പ്ലസ് പറഞ്ഞോ വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് verb plus ing plus object. Subject plus was or were plus verb plus ing. ing എന്തിനാ വരുന്നതെന്ന് അറിയാലോ, കണ്ടിന്യൂ ചെയ്തു പോകുന്ന കാര്യമല്ലേ. സോ അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ അത് ഉപയോഗിച്ചേ പറ്റുള്ളൂ അല്ലേ. ക്ലിയർ ആണേ. ഇനി മുന്നോട്ട് പോകുന്നു. വിച്ച് ഇസ് വി ആർ എൻട്രിങ് ഇൻ ടു ദ നെക്സ്റ്റ് ടെൻസ് ഫോം, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. എന്താ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പ്രസന്റ് എപ്പോഴാ പെർഫെക്റ്റ് ആയിരിക്കുന്നത്, അതുപോലെ പാസ്റ്റ് എപ്പോഴാ പെർഫെക്റ്റ് ആയിരിക്കുന്നത്. നമുക്ക് അത് കറക്റ്റ് ആയിട്ട് അറിയാം, ഇത് പാസ്റ്റ് ആയിട്ട് നടന്ന കാര്യമാണ്. എങ്ങനെ അറിയുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ്. അതായത് എനിക്കറിയാം മിനിഞ്ഞാന്ന് ഈ സമയത്ത് ഇത് ഇന്ന കാര്യം നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയുന്നതാണ്. ദാറ്റ് ഇസ്, അതല്ലേ പെർഫെക്റ്റ് ആയിരിക്കുന്ന പാസ്റ്റ്. നമുക്കറിയാം അതൊരു പെർഫെക്റ്റ് ആയിരിക്കുന്ന പാസ്റ്റിൽ മുന്നേ നടന്ന ഒരു കാര്യമാണ്, സർട്ടൻ ആയിട്ട് നമുക്കറിയാം. അങ്ങനെയുള്ളിടത്താണ് നമ്മൾ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുക. ക്ലിയർ ആവുന്നുണ്ടല്ലോ. സോ അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഉപയോഗിക്കണ്ടേ? നമ്മൾ നേരത്തെ അവിടെ എന്താ ചെയ്തേ? പെർഫെക്റ്റ് പ്രസന്റ് പെർഫെക്റ്റിൽ എന്താ ചെയ്തേ? ഹാസ് അല്ലെങ്കിൽ ഹാവിനെ കൊണ്ടുവന്നു. ഇവിടെ നമുക്കൊരു പുതിയ അവതാരത്തിന് നമുക്ക് കിട്ടി. ഇവിടെ മാത്രമേ ഇയാളുള്ളൂ. ഇവിടെയും പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റിലും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലും മാത്രമേ ആക്റ്റീവ് വോയിസിൽ ഇയാളുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ആക്റ്റീവ് വോയിസിൽ എപ്പോൾ മാത്രമേ ഉള്ളൂ ഇയാൾ ഇപ്പം മാത്രമേ ഉള്ളൂ. സോ അങ്ങനെ വരുന്ന സമയത്ത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ എങ്ങനെയാണ് വരുന്നത് നോക്കാം. സച്ചിൻ had drunk a coffee. Sachin had drunk a coffee. Sachin had drunk. നേരത്തെ നോക്കിയതാ, ഞാൻ ഒന്ന് മുന്നോട്ട് പോയി നോക്കാം. ഇത് കണ്ടോ, അവിടെ ഹാസ് ഇസ് യൂസ്ഡ് ഫോർ അല്ലേ. അവിടെ നമ്മൾ അതിന്റെ ശേഷം പെർഫെക്റ്റിൽ എന്താ ഉണ്ടായിരുന്നത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് തരാം. നോക്കിയേ, സബ്ജക്ട് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്ട്. ഇവിടെ എന്താ ആകെ മാറ്റമുള്ളത്? ഹാസ് അല്ലെങ്കിൽ ഹാവിന് പകരം ആര് വന്നു? ഒറ്റയാളായി മാറി. പ്ലൂറൽ ആയാലും സിംഗുലർ ആയാലും ഒരാൾ മാത്രമേ പാസ്റ്റിലുള്ളൂ, വിച്ച് ഇസ് ഹാഡ്. സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്ട്. സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്ട്. ക്ലിയർ ആണല്ലോ. സച്ചിൻ ഹാഡ് ഡ്രങ്ക് എ കോഫി. എന്ത് മാത്രമേ വരുള്ളൂ? പെർഫെക്റ്റ് ആണോ? എന്ത് നിർബന്ധ? V3 നിർബന്ധ. ഓക്കെ. സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് ടെൻസിലാണ് പറയാൻ പോകുന്നുണ്ടെങ്കിൽ V3 അല്ലാതെ വേറെ ഒരു ഓപ്ഷൻ നമുക്കില്ല. ക്ലിയർ ആണല്ലോ. ഇനി സെയിം സാധനം തന്നെ ഇവിടെ നോക്കിയേ. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീൻ ആണെങ്കിൽ ഇവിടെ എന്താവും? അപ്പം ഹാഡ് ബീൻ എന്നുള്ള രീതിയിലേക്ക് മാറുകയും ചെയ്യും. കൂടുതൽ ഡീറ്റെയിൽ പറയേണ്ട ആവശ്യമില്ല എന്ന് കരുതുന്നു. കാരണം എന്താ നോക്കിയേ, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ ആണ്. നേരത്തെ എന്തായിരുന്നു? ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീൻ ആണെങ്കിൽ ഇവിടെ എന്താ? സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ എന്നുള്ള രീതിയിലേക്ക് ഒരു മാറ്റം വന്നു. അത്ര മാത്രമേ ഉള്ളൂ. വിച്ച് ഇസ് സച്ചിൻ ഹാഡ് ബീൻ ഡ്രിങ്കിങ് എ കോഫി. എന്താ? അയാള് ഇന്ന സമയത്ത് അത് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. നമുക്കത് കറക്റ്റ് ആയിട്ടുള്ള ധാരണയുണ്ട്. എന്ത്? നമ്മൾ ആ സാധനം ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിരിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണ് അല്ലേ. സോ അങ്ങനെ വരുന്ന സമയത്താണ് ഹാഡ് ബീൻ ഡ്രിങ്കിങ് എ കോഫി ING ഫോമും കൂടി ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഒരു സെന്റൻസിനെ കൺസ്ട്രക്ട് ചെയ്യാണ്. ഇതാണ് ഏത് ടെൻസ്? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ക്ലിയർ ആണോ? ഓക്കെ എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇതാ മുന്നോട്ട് പോകുന്നു. റൈറ്റ്. ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് 4 ടെൻസ് ഫോം കൂടിയേ ബാക്കിയുള്ളൂ. ഏതാത്? ഫ്യൂച്ചറിലാണ്. ഇനി പുതിയൊരു ടെൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്, ഫ്യൂച്ചർ ടെൻസ്. അതിലെ 9ാമത്തെ ടെൻസ് ഫോം നമുക്ക് നോക്കുവാണെങ്കിൽ 9th ടെൻസ് ഫോം.
നയൻത്ത് ടെൻസ് ഫോം ഏതാ വരുന്നത്? നയൻത്ത് ടെൻസ് ഫോം ഏതാ? സിമ്പിൾ ഫ്യൂച്ചർ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ പോലെ തന്നെ എല്ലായിടത്തും തുടങ്ങിയ പോലെ തന്നെ നമ്മൾ എന്താണ് സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ ഫ്യൂച്ചർ പറയാം? സോ നോക്കിക്കോ, സബ്ജക്ട് ഇവിടെ സച്ചിൻ വിൽ ഡ്രിങ്ക് എ കോഫി, സച്ചിൻ വിൽ ഡ്രിങ്ക് എ കോഫി, അല്ലെങ്കിൽ സച്ചിൻ ഷാൾ ഡ്രിങ്ക് എ കോഫി, അല്ലെങ്കിൽ സച്ചിൻ ഷുഡ് ഡ്രിങ്ക് എ കോഫി. ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമുക്ക് പറയാം. അയാൾ കോഫി കുടിക്കണം, കുടിക്കുമായിരിക്കും, കുടിക്കും. അയാൾ കോഫി കുടിക്കും, കുടിക്കുമായിരിക്കും, കുടിക്കണം, അല്ലെ? ഈ 3 രീതിയിൽ നമുക്ക് പറയാം. സോ വിൽ, ഷാൾ, ഷുഡ്. സോ പറഞ്ഞോ, ജനറൽ ഫോർമാറ്റ് ഡിറൈവ് ചെയ്തോ പറഞ്ഞോ. സബ്ജക്ട് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാൾ അല്ലെങ്കിൽ ഷുഡ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്ട്. ഏതാണ് സബ്ജക്ട്? സിമ്പിൾ ഫോർമാറ്റ് ആണോ? V2 എവിടെ മാത്രമേ വരുള്ളൂ? പാസ്റ്റിൽ മാത്രമേ V2 വരുള്ളൂ, അല്ലാത്തടത്തൊക്കെ V1 ആണ് ഉപയോഗിക്കുന്നത്. V1 പ്ലസ് SORES ആയിരുന്നു സിമ്പിൾ പ്രസന്റിൽ. ഇവിടെ വരുന്ന സമയത്ത് V1 ആസ് ഇറ്റ് ഈസ് എങ്ങനെയാണോ അങ്ങനെ തന്നെ നമ്മൾ യൂസ് ചെയ്യുക. സോ എക്സാമ്പിൾ നോക്കിയോ, സച്ചിൻ വിൽ ഡ്രിങ്ക് എ കോഫി, അല്ലെങ്കിൽ സച്ചിൻ ഷാൾ ഡ്രിങ്ക് എ കോഫി, സച്ചിൻ ഷാൾ പ്ലേ ക്രിക്കറ്റ്, സച്ചിൻ വിൽ പ്ലേ ക്രിക്കറ്റ് എന്നുള്ള രീതിയിൽ നമുക്കത് പറയാൻ വേണ്ടി പറ്റും. ദെൻ വി ഹാവ് ദ നെക്സ്റ്റ് ടെൻസ് ഫോം വിച്ച് ഈസ് the 10th one. ഏതാ? ഫ്യൂച്ചറിൽ കണ്ടിന്യൂസ് ആയിട്ട് നടക്കാവുന്ന കാര്യങ്ങൾ, കണ്ടിന്യൂസ്ലി നടക്കാവുന്ന കാര്യങ്ങൾ. സോ അങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും പറയാ? സച്ചിൻ വിൽ ബി എന്നുള്ള ഫോമിലേക്ക് നമ്മൾ ആഡ് ചെയ്യും. അവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? ബി എന്നുള്ള ഒരാളെയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. സോ സച്ചിൻ വിൽ ബി അല്ലെങ്കിൽ ഷാൽ ബി ഡ്രിങ്കിങ് എ കോഫി, സച്ചിൻ വിൽ ബി പ്ലേയിങ് ക്രിക്കറ്റ്, സച്ചിൻ ഷാൽ ബി പ്ലേയിങ് ക്രിക്കറ്റ്, സച്ചിൻ ഷാൽ ബി ഡ്രിങ്കിങ് എ കോഫി. വാട്ട് എവർ നമ്മൾ എന്ത് ചെയ്യാണ്? ഷാൽ അല്ലെങ്കിൽ വിൽ അല്ലെങ്കിൽ ഷുഡ് പ്ലസ് ബി പ്ലസ് വി പ്ലസ് ING. വേർബ് ING ആയിട്ടേ ഉണ്ടാവുള്ളൂ. കാരണം എന്താ? കണ്ടിന്യൂസ് ഫോം തന്നെയാണ് ഈ വേർബിനുള്ളത്. സോ ക്ലിയർ അല്ലേ? അപ്പൊ ജനറൽ ഫോമായിട്ട് ഒന്ന് പറഞ്ഞേ. സബ്ജക്ട് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാൾ അല്ലെങ്കിൽ ഷുഡ് പ്ലസ് ബി പ്ലസ് V പ്ലസ് ING പ്ലസ് ഒബ്ജക്ട്. ക്ലിയർ അല്ലേ? ഇനി ലാസ്റ്റ് ബട്ട് സെക്കൻഡ് ലാസ്റ്റ് അല്ല, സെക്കൻഡ് ലാസ്റ്റ്. എന്താണ്? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഫ്യൂച്ചറിലെ പെർഫെക്റ്റ് ആയിരിക്കുന്ന അവസ്ഥ. എപ്പോഴാ ഫ്യൂച്ചർ പെർഫെക്റ്റ് ആവുക? ഇപ്പോൾ നമ്മൾ പാസ്റ്റിന്റെയും പ്രസന്റിന്റെയും ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കുന്ന അവസ്ഥ നോക്കി, ഫ്യൂച്ചർ എപ്പോഴാണ് പെർഫെക്റ്റ് ആവുക? പറഞ്ഞേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. വേറെ ഒന്നുമല്ല, ഫ്യൂച്ചർ പെർഫെക്റ്റ് ആവുന്ന എപ്പോഴാ? നാളത്തെ ഔട്ട്കം നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. അതായത് നാളെ ഇന്ന സമയത്ത് ഇന്ന കാര്യം നടക്കും എന്നുള്ളത് നമുക്കറിയാം. ജ്യോത്സ്യന്മാരെ പോലെ അല്ല, നമ്മളെന്താണ്, നമുക്കറിയാം, ബേസിക്കലി അറിയാം. ഇപ്പൊ നാളെ രാവിലെ ഞാൻ ഉറക്കം എഴുന്നേക്കും, സർട്ടൻ ആയിട്ടുള്ള കാര്യമല്ലേ, എന്തായാലും ചെയ്യുന്ന കാര്യമല്ലേ. ഒരു 7 മണിക്കാണ് ഞാൻ എല്ലാ ദിവസവും എണീക്കുന്നത്. നാളെ രാവിലെ ഞാൻ 7 മണിക്ക് എഴുന്നേക്കും. സോ അതെന്താണ്? എന്തായാലും നടക്കുന്ന കാര്യമാണ്, നമുക്ക് ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? പെർഫെക്റ്റ് ടെൻസ് ആയിട്ട് നമ്മൾ പറയുക. ദാറ്റ് ഈസ് ഫ്യൂച്ചറിലെ പെർഫെക്റ്റ് എന്ന് പറയുന്നത് അപ്പോഴാണ്. ഫ്യൂച്ചർ എപ്പോഴാണ് പെർഫെക്റ്റ് ആവുന്നത്? നമുക്ക് തന്നെ അതിനെ ഡിറൈവ് ചെയ്യാൻ പറ്റുമ്പോൾ. ക്ലിയർ ആണോ? അങ്ങനെയുള്ള പെർഫെക്റ്റ് ടെൻസിന് നമ്മൾ എങ്ങനെയാ പറയാ? പെർഫെക്റ്റ് ആണല്ലോ, പെർഫെക്റ്റ് ടെൻസ് ആണല്ലോ, ഉറപ്പല്ലേ? എന്താ വേർബിന്റെ ഏത് ഫോം ആയിരിക്കും? V3 അല്ലേ? V3. നോക്കിക്കോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ സച്ചിൻ will have drunk a coffee. അഥവാ നോക്കിക്കോ, by this time tomorrow സച്ചിൻ will have drunk a coffee. അഥവാ നാളെ ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും അയാൾ ഒരു കോഫി കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ക്ലിയർ അല്ലേ? We are pretty much certain of what is going to happen next or in the future. So ആ ഒരു ഫോമിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ, ഈ ഒരു കാര്യം നമുക്ക് എന്തായാലും അറിയാം അത് നാളെ നടക്കും എന്നുള്ള ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് ടെൻസ് ഫോമിനെ ഡിപ്പെൻഡ് ചെയ്യുക? ദാറ്റ് ഈസ് ഫ്യൂച്ചർ പെർഫെക്റ്റ്. റൈറ്റ്? സോ അതിന്റെ ഒരു ജനറൽ ഫോമാറ്റും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. പറഞ്ഞോ, സബ്ജക്ട് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാൾ അല്ലെങ്കിൽ ഷുഡ്. ഇതിങ്ങനെ ആയിക്കൂടെ? സച്ചിൻ ഷുഡ് ഹാവ് ഡ്രങ്ക് എ കോഫി. അയാൾ അത് കോഫി കുടിക്കേണ്ടതായിരുന്നു നാളെ ഇന്ന സമയം ആകുമ്പോഴത്തേക്ക്, അല്ലേ? റൈറ്റ്? have plus V3 plus object. Sachin, that is subject plus will or shall or should plus have plus V3. ഇവിടെ have മാത്രമേ ഉള്ളൂ, has എന്ന് പറഞ്ഞ ഒരാൾ വരില്ല. ഇറസ്പെക്റ്റീവ് ഓഫ് ദ സബ്ജക്ട് നമ്പർ. സബ്ജക്റ്റിന്റെ കൗണ്ട് സിംഗുലർ ആയിക്കോട്ടെ പ്ലൂറൽ ആയിക്കോട്ടെ, ആര് മാത്രമേ ഉള്ളൂ? have. കാരണം എന്താ? അതിൻ്റെ ഇടയിൽ will, shall, should എന്നുള്ള ഒരാൾ കിടക്കുന്നതുകൊണ്ട് തന്നെ ഹാവിന് ആ ഒരു എഫക്ട് വരുന്നില്ല, സിംഗുലർ ആയിട്ടുള്ളതിന്റെ എഫക്ട് വരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ എന്താണ്? ഹാവ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ജനറൽ ഫോമാറ്റിൽ എന്ത് തന്നെ മതി? ഹാവ്. ഹാസ് എവിടെ മാത്രമേ ഉള്ളൂ? പ്രസന്റ് പെർഫെക്റ്റിലും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലും. വേറെ എവിടെയെങ്കിലും ഹാസിനെ കണ്ടോ? ഇല്ല. ഹാഡ് എവിടെ മാത്രമേ ഉള്ളൂ? പ്രസന്റ് പെർഫെക്റ്റിലും പാസ്റ്റ് പെർഫെക്റ്റിലും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലും. ക്ലിയർ
ക്ലിയർ ആണോ? എങ്കിൽ അടുത്തതിലേക്ക് പോവാം. ഇതേ സെയിം കാര്യം തന്നെ ഒരു ബീൻ ആഡ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ വേർബ് എങ്ങനെ മാത്രമേ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ? ING ഫോം എപ്പോഴും വേർബിന് ആവശ്യമാണ്, നിർബന്ധമാണെന്ന് തന്നെ പറയാം. സോ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പെർഫെക്റ്റ് ആക്കുകയും വേണ്ടേ, V3 കൊണ്ടുവരും വേണ്ടേ? അതിനു വേണ്ടി നമ്മൾ കൊണ്ടുവരുന്ന ഒരാളാണ് ബീൻ, അല്ലെ? ബീനെ നമ്മൾ കൊണ്ടുവരികയാണ്. ദാറ്റ് ഈസ് ദ ലാസ്റ്റ് ടെൻസ് ഫോം വിച്ച് ഇസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എങ്ങനെയാ വരിക? സച്ചിൻ വിൽ ഹാവ് ബീൻ ഡ്രിങ്കിങ് എ കോഫി. സച്ചിൻ ഷാൾ ഹാവ് ബീൻ ഡ്രിങ്കിങ് എ കോഫി. നാളെ ഇന്ന സമയമാവുമ്പോൾ അയാള് കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. റൈറ്റ്? ഇതാണ് അതിന്റെ ഡെറിവേഷൻ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? നാളെ ഈ സമയത്ത് അയാൾ കുടിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്, അല്ലേ? സോ ഇതാണ് സച്ചിൻ ഷുഡ് ഹാവ് ബീൻ ഡ്രിങ്കിങ് എ കോഫി. റൈറ്റ്? ക്ലിയർ ആണോ? സോ അതിന്റെ ഇതും കൂടി പറഞ്ഞേ. സച്ചിൻ ഷാൾ ഹാവ് ബീൻ ഡ്രിങ്കിങ് എ കോഫി. ഇനി അത് തന്നെ അതിന്റെ ജനറൽ ഫോമായിട്ട് നമുക്കൊന്ന് ഡിറൈവ് ചെയ്ത് നോക്കാം. എങ്ങനെയാ? സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൾ ഓർ ഷുഡ് പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് വേർബ് പ്ലസ് ING പ്ലസ് ഒബ്ജക്ട്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? സച്ചിൻ ഷാൾ അല്ലെങ്കിൽ സച്ചിൻ വിൽ അല്ലെങ്കിൽ സച്ചിൻ ഷുഡ് ഹാവ് ബീൻ ഡ്രിങ്കിങ് എ കോഫി. ക്ലിയർ? ക്ലിയർ? പെട്ടെന്ന് ഓടിച്ചു നോക്കി വരാം നമുക്ക്. തിരിച്ച് പെട്ടെന്ന് നമ്മൾ ജനറൽ ഫോമാറ്റ്സ് മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വരാം. റൈറ്റ്? നോക്കിക്കോ, പറഞ്ഞോ എന്തൊക്കെയാ? സച്ചിൻ, ഫസ്റ്റ് വൺ എന്തായിരുന്നു? സച്ചിൻ ഡ്രിങ്ക്സ് എ കോഫി. സച്ചിൻ ഡ്രിങ്ക്സ് എ കോഫി എന്നുള്ളതായിരുന്നു ഫസ്റ്റ് വൺ. ഇനി സച്ചിൻ ഈസ് ഡ്രിങ്കിങ് എ കോഫി അഥവാ സബ്ജക്ട് പ്ലസ് ഫസ്റ്റത്തെ എന്തായിരുന്നു? ആദ്യത്തെ കാര്യം എന്തായിരുന്നു? നമ്മളെ ആദ്യത്തേൽ വരുന്ന സമയത്ത് സബ്ജക്ട് പ്ലസ് വേർബ് പ്ലസ് S or ES പ്ലസ് ഒബ്ജക്റ്റ് ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് വൺ. ഇനി കണ്ടിന്യൂസ് വരുന്ന സമയത്ത് എന്താ? കണ്ടിന്യൂസ് വരുന്ന സമയത്ത് എന്താ പറഞ്ഞോ? റൈറ്റ്? കണ്ടിന്യൂസ് വരുന്ന സമയത്ത് എന്തായിരുന്നു? കണ്ടിന്യൂസ് വരുന്ന സമയത്ത് സബ്ജക്ട് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആർ പ്ലസ് വേർബ് പ്ലസ് ING പ്ലസ് ഒബ്ജക്ട്. ഈസ് ആർ മാത്രമല്ല ആം കൂടി വരണം. റൈറ്റ്? ദെൻ മൂന്നാമത്തെ പ്രസന്റ് പെർഫെക്റ്റിന്റെ ഹാസ് ഓർ ഹാവ് അഥവാ സബ്ജക്ട് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ഏതാ? V3 പ്ലസ് ഒബ്ജക്ട്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്തായിരുന്നു? ആകെ ഒരാളെയും കൂടി ആഡ് ചെയ്യുക. ബീൻ പ്ലസ് വേർബ് പ്ലസ് ING. ദാറ്റ് ഇസ് സബ്ജക്ട് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വേർബ് പ്ലസ് ING പ്ലസ് ഒബ്ജക്ട്. ഇനി അടുത്തത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്താ? സബ്ജക്ട് പ്ലസ് V2 പ്ലസ് ഒബ്ജക്ട്. അത്രയേ ഉള്ളൂ. ഇനി എന്താ? നെക്സ്റ്റ് വൺ, സിക്സ്ത് വൺ, ദാറ്റ് ഇസ് സബ്ജക്ട് പ്ലസ് ഈസ് ഓർ ആറിന് പകരം വാസ് അല്ലെങ്കിൽ വേർ. സബ്ജക്ട് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് എന്താ? വേർബ് പ്ലസ് ING പ്ലസ് ഒബ്ജക്ട്. ദെൻ വി ഹാവ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്തായിരുന്നു? സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3. ഇനി അടുത്തതാണെങ്കിലോ സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വേർബ് പ്ലസ് ING പ്ലസ് ഒബ്ജക്ട്. റൈറ്റ്? ഇനി എന്താ? സബ്ജക്ട്. ഇനി സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൾ അല്ലെങ്കിൽ ഷുഡ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്ട്. V1 ആണ് കേട്ടോ. റൈറ്റ്? ദെൻ ഫ്യൂച്ചർ കണ്ടിന്യൂസ് സബ്ജക്ട് പ്ലസ് വിൽ ഷാൾ ഷുഡ് പ്ലസ് ബി പ്ലസ് വേർബ് പ്ലസ് ING പ്ലസ് ഒബ്ജക്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ അതിന്റെ അടുത്താണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് സബ്ജക്ട് പ്ലസ് will അല്ലെങ്കിൽ shall അല്ലെങ്കിൽ should plus have plus V3 plus object. And then we have the last but not the least ഏതാണ്? future perfect continuous. പറഞ്ഞേ. subject plus will or shall or should plus have plus been plus verb plus ING plus object. എല്ലാം കൂടി പറഞ്ഞ് കൺഫ്യൂഷൻസ് ആക്കരുത്. ആകെ ചെയ്യേണ്ട കാര്യം ഇത് വളരെ വ്യക്തമായിട്ട് ഇതൊന്ന് വൃത്തിയായിട്ട് നിങ്ങൾ എഴുതിയെടുക്കുക. ക്ലിയർ ആണല്ലോ? ഇതൊന്ന് എഴുതിയെടുക്കുക. നിങ്ങളൊരു ടേബിൾ വരച്ചിട്ട് തന്നെ ഇത് എഴുതിയെടുക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന കാര്യമാണ്. കാരണം ഐഡന്റിഫൈങ് ദ ടെൻസസ് എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ അല്ല, 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുന്ന സമയത്തും വി ക്യാൻ ഫൈൻഡ് ദാറ്റ് അതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലോ? നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം.